ശ്രീ പി ജെ വിൻസെന്റ്, അമേരിക്കയുമായുള്ള നമ്മുടെ ബന്ധം, പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ പല രീതിയിലാണ് അതിനെക്കുറിച്ചിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായത്. ഒന്ന്, നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്ത്, ഇന്ത്യയെ കാര്യമായി പരിഗണിക്കുന്ന ഒരു നേതാവ്, ചൈനയുമായുള്ള വിരോധം അത് നമുക്ക് ഗുണമാകുമെന്ന ഒരു പ്രതീക്ഷ, അതോടൊപ്പം തന്നെ ട്രംപ് പുലർത്താൻ പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്ന അല്ലെങ്കിൽ പിന്തുടരാൻ പോകുന്ന ഭരണ നയങ്ങൾ അത് ഇന്ത്യയെ കൂടി കണക്കിലെടുക്കുന്ന, ഇന്ത്യയുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടുള്ളതായിരിക്കുമെന്ന് നമ്മുടെ ശുഭപ്രതീക്ഷ. പക്ഷേ നിർഭാഗ്യവശാൽ ശ്രീ പി ജെ വിൻസെന്റ്, അധികാരം ഏറ്റെടുത്തതിൻ്റെ തൊട്ട് പിറ്റേന്ന് തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ തകർച്ചയാണ് നമ്മൾ കണ്ടത്. സെൻസെക്സ് 1235 പോയിന്റ് ഇടിഞ്ഞു, നിഫ്റ്റി 320 പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. എനിക്കൊന്ന് നിഫ്റ്റി കഴിഞ്ഞ 7 മാസത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന പോയിന്റിൽ നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുന്നത് ഇന്നാണ്. ഇത് ഇന്ത്യക്ക് എന്ത് സന്ദേശമാണ് ശ്രീ പി ജെ വിൻസെന്റ് നൽകുന്നത്? നമ്മൾ ആശങ്കപ്പെടേണ്ടതാണോ ട്രംപിൻ്റെ ഈ പുതിയ നയങ്ങൾ, അതോ അത് നമുക്ക് അനുകൂലമായി തീരുന്ന ഒന്നാണോ? ട്രംപ് വളരെ കൃത്യമായി ദേശീയതയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനെയാണ് പ്രതിനിധാനം ചെയ്തത്. 2016 മുതൽ 20 വരെയുള്ള ആദ്യത്തെ ഘട്ടത്തിലും ഇപ്പോൾ ട്രംപ് 2.0യിലും അമേരിക്കൻ ദേശീയതയിലേക്കുള്ള ഒരു പിന്മടക്കവും ഇൻ്റർനാഷണലിസം, ആഗോള തലത്തിലുള്ള അമേരിക്കൻ ഇടപെടലിനെ കുറച്ചു കൊണ്ടുവന്ന് അമേരിക്കയുടെ ആഭ്യന്തരവും വൈദേശികവുമായ വളർച്ചയും സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലേക്കും കേന്ദ്രീകരിക്കുക എന്നതാണ്. അതാണ് അമേരിക്കയുടെ സുവർണ യുഗം ആരംഭിക്കുന്നു. ദ ഗോൾഡൻ ഏജ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞ കാര്യമാണ്. ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ഒരു കാലത്ത് അത് മഹത്തായിരുന്നു. അമേരിക്ക മഹത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അമേരിക്കയുടെ മഹത്തായ സാമ്രാജ്യത്വ സ്വത്വത്തെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഏകധ്രുവ ലോകം സാധ്യമാക്കിയ രാജ്യമാണ് അമേരിക്ക. യൂണിപോളാർ വേൾഡ് ഉണ്ടായി. നവലോകക്രമം 1990 മുതൽ 2008 മഹാമാന്ദ്യം വരെ ഏകധ്രുവ ലോകമായി ലോകത്തെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള സ്വത്വത്തിലേക്കുള്ള പിന്മടക്കം, അതിൻ്റെ എല്ലാം അടിത്തറ അമേരിക്കയുടെ സാമ്പത്തിക അധീശത്വമാണ്. പക്ഷേ ചൈനയുടെ വളർച്ചയോടുകൂടി 2008 അമേരിക്കൻ മാന്ദ്യവും അതിനുശേഷം ചൈനയുടെ പടിപടിയായിട്ടുള്ള സാമ്പത്തിക വളർച്ചയും നമ്മൾ പരിഗണിക്കുമ്പോൾ അമേരിക്കയുടെ ആഗോളാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക അധീശത്വം കൃത്യമായി ചോദ്യം ചെയ്യപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് അമേരിക്കയുടെ മറ്റ് രാഷ്ട്രീയ തലത്തിലും മറ്റ് ഇതര മേഖലയിലുമുള്ള അമേരിക്കയുടെ സോഫ്റ്റ് പവർ, അവരുടെ ലോല ശക്തിയിൽ പോലും ഇടിവുണ്ടായി. അതുകൊണ്ടാണ് അമേരിക്ക ഒരു ഡിക്ലൈനിങ് സൂപ്പർ പവർ എന്ന് ലോകം വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ നിന്നാണ് ട്രംപേരിക്ക വരുന്നത്, ട്രംപിൻ്റെ നവയാഥാസ്ഥിക നയങ്ങൾ വരുന്നത്. അത് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ ഏറ്റവും അധികം പണം കൊടുക്കുന്നത് അമേരിക്കയാണ്. അങ്ങനെ പണം ഞങ്ങൾ തരില്ല എന്ന് ട്രംപ് വളരെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻഷ്യൽ കാലത്ത് തന്നെ സൂചിപ്പിച്ചു. എന്തിനേറെ നാറ്റോയോട് പോലും അദ്ദേഹം എടുത്ത നിലപാട് യൂറോപ്പിനും ലോകത്തിലെ മറ്റിതര രാജ്യങ്ങളും ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സൈനിക കവർ കൊടുക്കുന്നത് അമേരിക്കയാണ്. അതങ്ങനെ വെറുതെ ഞങ്ങൾ സൈനിക സഹായവും അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ തയ്യാറല്ല, അതിന് നിങ്ങൾ പേ ചെയ്യണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ നാറ്റോ സഖ്യത്തോട് പോലും അദ്ദേഹത്തിൻ്റെ സമീപനം അതായിരുന്നു. കാരണം യൂറോപ്പിൻ്റെ സുരക്ഷിതത്വ കവറേജ് അമേരിക്ക നൽകും, പക്ഷേ അമേരിക്കയ്ക്ക് പേ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ ഒരു സാമ്പത്തിക ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പോളിസിയാണ്. അപ്പോൾ ഇന്ത്യയോടുള്ള നയത്തിലും അത് തന്നെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക. ഇന്ത്യയുടെ താല്പര്യങ്ങൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ അമേരിക്കൻ താല്പര്യങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമീപനമായിരിക്കും ട്രംപ്. മികച്ച വാണിജ്യ വ്യാപാര ബന്ധം ഇന്ത്യയുമായിട്ട് പല കരാറുകളിലൂടെ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട് അമേരിക്ക. ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. മാത്രമല്ല, താങ്കൾക്കറിയാം, വിവര സാങ്കേതിക വിദ്യയുടെ മേഖലയിലുമൊക്കെ ഇന്ത്യയുടെ വലിയ തൊഴിലവസര സാധ്യതയായി അമേരിക്കയെ നമ്മൾ കണ്ടിരുന്നു. അവിടെ ജനിക്കുന്ന കുട്ടികൾ അവർക്ക് അവിടുത്തെ സിറ്റിസൺസായി മാറുന്ന, അവിടുത്തെ പൗരന്മാരായി മാറുന്ന ഒരു അവസരം അത്തരം സന്ദർഭങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ നോക്കൂ, അവിടെ ആ രാജ്യങ്ങളിലേക്ക്, അതായത് അമേരിക്കയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്കുള്ള കനത്ത നികുതി ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം ട്രംപ് എടുക്കാൻ പോവുകയാണ്. മാത്രമല്ല, അവിടുത്തെ ജനങ്ങൾക്ക് നികുതി കുറയ്ക്കാനും പോകുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ അകറ്റി നിർത്തുകയും, താങ്കൾ പറഞ്ഞതുപോലെ അമേരിക്കയുടെ ഈ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഒരു പോളിസിയിലേക്ക് വന്നുകൊണ്ട് അവിടെ ഒരു സുവർണ യുഗം കൊണ്ടുവരാനുമുള്ള ശ്രമം എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടും ആശാവഹമല്ലല്ലോ. അപ്പോൾ നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദം, ഇന്ത്യയെ കാര്യമായി പരിഗണിക്കുന്നു എന്ന നമ്മുടെ ശുഭപ്രതീക്ഷ, ഇതൊക്കെ അസ്ഥാനത്താവുകയല്ലേ?
ഇതിന് നമുക്ക് കൃത്യമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. ഒരു ഗ്രേ സ്പേസിൽ നിന്നുകൊണ്ട് ഇതിനെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക പ്രൊട്ടക്ഷനിസത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്ക് ക്ഷീണമുണ്ടാകും. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ പർച്ചേസിംഗ് പവർ പാരിറ്റി വെച്ച് നോക്കിയാൽ ലോകത്തിലെ മൂന്നാം സ്ഥാനത്ത്, മൂന്നാമത്തെ വലിയ ഇക്കണോമിയാണ്. നമ്മൾ ഓൾറെഡി ലോകത്തിലെ 5ാമത്തെ വലിയ ഇക്കണോമിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഏഷ്യൻ മേഖലയിൽ ചൈനയുമായിട്ട് അമേരിക്ക നടത്തുന്ന വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു വിപണി, ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ബൗദ്ധികവും ഇന്ത്യയുടെ മാർക്കറ്റും ഒന്നും മാറ്റി നിർത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അതേസമയം പ്രൊട്ടക്ഷനിസത്തിലേക്ക് അമേരിക്ക പോകുന്ന ഘട്ടത്തിൽ അത് ഇന്ത്യയുടെ വ്യവസായത്തെ ബാധിക്കും, നമ്മുടെ വാണിജ്യത്തെ ബാധിക്കും, നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും. അതേസമയം സുരക്ഷിതത്വം സംബന്ധിച്ച മിലിറ്ററി, ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് ഇക്കാര്യങ്ങളിലൊക്കെ അമേരിക്കൻ പിന്തുണ നമുക്ക് കിട്ടും. കാരണം ചൈനയുമായിട്ടുള്ള സംഘർഷം, ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഒരു ഐക്യ മുന്നണിയായി, ഒരു സഖ്യശക്തിയായി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന സാഹചര്യം. ഇന്ത്യക്ക് ചുറ്റും ചൈന, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ അത് മാൽഡീവ്സ് ആണെങ്കിലും ഒരു പരിധിവരെ ഇന്നത്തെ സാഹചര്യത്തിൽ ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇവിടങ്ങളിലൊക്കെ സ്വാധീന മേഖലകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന സാഹചര്യം. ഇങ്ങനെയുള്ള തന്ത്രപരവും സൈനികവും ആയിട്ടുള്ള ബലാബലത്തിൽ തീർച്ചയായിട്ടും ട്രംപിൻ്റെ സാന്നിധ്യം ഇന്ത്യക്ക് ഗുണകരമായി മാറും. അപ്പോൾ വ്യത്യസ്തമായ തലത്തിൽ ഒരു സമ്മിശ്ര പ്രതികരണം എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെയാണ്. അതേസമയം ട്രംപ് തികച്ചും പ്രായോഗികമതിയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ലോകത്ത് ഇന്ത്യയും ചൈനയും അതിൻ്റെ സെൻട്രൽ സ്ഥാനത്തേക്ക് വരുമ്പോൾ ചൈനയുമായിട്ട് അമേരിക്ക സംഘർഷം രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അതിന് പ്രത്യേകിച്ച് ആഫ്രോ യുറേഷ്യൻ മേഖലയിൽ അമേരിക്കൻ താല്പര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ഇന്ത്യയുടെ സഹായം തേടിയേ പറ്റൂ. അതോടൊപ്പം ചൈനയുടെ ഈ വലിയ പദ്ധതികൾ, ഇപ്പോൾ ഇന്ത്യ, മധ്യേഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, അത് അമേരിക്കയുടെ ഒരു പ്രസ്റ്റീജ് പ്രൊജക്റ്റാണ്. ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാകുന്നതോടൊപ്പം ഈ മേഖലയിൽ ചൈനയുടെ സാന്നിധ്യം, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് അടക്കമുള്ള ചൈനയുടെ മെഗാ പ്രൊജക്റ്റുകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യം ഇതുണ്ടാകും. അപ്പോൾ ഇന്ത്യ, മധ്യേഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയൊക്കെ നടപ്പാക്കണമെങ്കിൽ ഇന്ത്യയുമായിട്ട് തന്ത്രപരമായി അവർക്ക് സഹകരിക്കണം. അപ്പോൾ അത് അമേരിക്കൻ താല്പര്യം മാത്രം ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അത് സാധ്യമാകുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളുടെ വ്യാപാര താല്പര്യങ്ങളെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി ഇന്ന് ഭാരതത്തിനുണ്ട്. ഇന്ത്യ അമേരിക്കയെ ആശ്രയിക്കുന്നത് പോലെ തന്നെ അമേരിക്കയ്ക്ക് ഇന്ത്യയും ആശ്രയിക്കേണ്ടി വരും. ആ രൂപത്തിൽ ലോകം മൾട്ടിപോളറായി മാറിയിരിക്കുന്നു. ഇന്റർഡിപെൻഡൻസിയുടെ തോത് വളരെ അധികവുമാണ്. അപ്പൊ ഇത്തരം ഘടകങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്റർഡിപെൻഡൻസി എന്ന് പറയുന്നത് ഈ കേവലം ഒരു വാണിജ്യ വ്യാപാര താല്പര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല. അത് കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള വലിയ ഭീഷണി ഉണ്ടാകുമ്പോൾ ലോകം അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പരിഷ്കൃത പുരോഗമന സമൂഹങ്ങൾ ഒറ്റക്കെട്ടായി നേരിടേണ്ടതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലെ, ലോകാരോഗ്യ സംഘടനയെ പോലെ വളരെ പ്രധാനപ്പെട്ട ചില ഓർഗനൈസേഷൻസ്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. അതിനെല്ലാം വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത്. താങ്കൾക്കറിയാമല്ലോ. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം.